നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കൊന്നത്തടി കൊമ്പൊടിഞ്ഞാലിൽ വീടിന് തീപിടിച്ച് 4 പേർ മരിച്ച സംഭവത്തിൽ മൃതദേഹവും മൃതദേഹ അവശിഷ്ടങ്ങളും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള തുടർ നടപടികൾക്കായി മാറ്റി. വീടിന് തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ട് മൂലമാകാമെന്ന് വിലയിരുത്തൽ. വീടിന് തീപിടുത്തമുണ്ടായ വിവരം പുറം ലോകമറിയുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ. ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്ര പൗർണമി ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം. തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു. ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത് ഇടുക്കി, തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ. അവധി ദിവസങ്ങളിൽ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു. ഇതോടെ അനുവദനീയമായതിലും കൂടുതൽ ആളുകൾ ഒരേ സമയം തൂക്കുപാലത്തിൽ കയറുന്നത് ഭീതി സൃഷ്ടിക്കുന്നു. തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ അടിയന്തരമായി പൂർത്തീകരിക്കാൻ അധികൃതർ ഇടപെടണമെന്ന് ആവശ്യം. മൂന്നാർ ടൗണിന് സമീപം പോലീസ് നടത്തിയ പരിശോധനയിൽ 2 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. 2 മാസത്തിലധികം പ്രായമുള്ള 2 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് ഇക്ക നഗറിൽ നിന്നും. വിശദമായ വാർത്തകളിലേക്ക്. കൊന്നത്തടി കൊമ്പൊടിഞ്ഞാലിൽ വീടിന് തീപിടിച്ച് 4 പേർ മരിച്ച സംഭവത്തിൽ മൃതദേഹവും മൃതദേഹാവശിഷ്ടങ്ങളും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള തുടർ നടപടികൾക്കായി മാറ്റി. വീടിന് തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ട് മൂലമാകാമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു വീടിന് തീപിടുത്തമുണ്ടായ വിവരം പുറം ലോകം അറിയുന്നത്. തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭയുടെ മാതാവ് പൊന്നമ്മ, ശുഭയുടെ മക്കളായ അഭിനവ് എന്നിവരായിരുന്നു കത്തിച്ചാമ്പലായ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. തീപിടുത്തത്തിൽ ഇവർ 4 പേരും മരിച്ചതായാണ് പോലീസിന്റെ വിലയിരുത്തൽ. അപകടത്തിൽ മരിച്ച 5 വയസ്സുകാരൻ അഭിനവിന്റെ മൃതദേഹമൊഴികെ മറ്റാരെയും തിരിച്ചറിയാൻ കഴിയുന്ന വിധമല്ല ശരീരഭാഗങ്ങൾ ഉള്ളതെന്നതാണ് പോലീസിനെ പ്രതിസന്ധിയിലാക്കുന്നത്. മൃതദേഹവും മൃതദേഹ അവശിഷ്ടങ്ങളും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള തുടർ നടപടികൾക്കായി സംഭവ സ്ഥലത്തു നിന്നും മാറ്റി. ഇവയുടെ റിപ്പോർട്ടുകൾ വന്ന ശേഷം മാത്രമേ അഭിനവ് ഒഴികെയുള്ള മറ്റുള്ളവരുടെ മരണം സ്ഥിരീകരിക്കാനാകൂവെന്നും പോലീസ് പറഞ്ഞു. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി വിവിധ തെളിവുകൾ ശേഖരിച്ചു. വീടിന് തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ട് മൂലമാകാമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ശനിയാഴ്ച വൈകിട്ട് സമീപവാസികൾ എത്തിയപ്പോൾ വീട് പൂർണ്ണമായി കത്തിച്ചാമ്പലായ നിലയിലായിരുന്നു. ഉടൻ വെള്ളത്തൂവൽ പോലീസും ഫയർഫോഴ്സും പ്രദേശവാസികളും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. 5 വയസ്സുകാരൻ അഭിനവിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിച്ചതോടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. വെള്ളിയാഴ്ച വീടിന് തീപിടുത്തമുണ്ടായതായാണ് അനുമാനം. ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര പാടെ കത്തിച്ചാമ്പലായ നിലയിലാണ്. അധികം ആൾവാസം ഇല്ലാതിരുന്നിടത്താണ് അഗ്നിക്കിരയായ വീടുള്ളതെന്നത് സംഭവം പുറം ലോകമറിയാൻ വൈകുന്നതിന് കാരണമായി. ഏറെ വർഷം പഴക്കമുള്ള വീടാണ് അഗ്നിക്കിരയായത്. ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്ര പൗർണമി ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു. ഇടുക്കി, തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന കണ്ണകി ക്ഷേത്രമാണ് മംഗളാദേവി. ചൈത്രമാസത്തിലെ ചിത്തിരനാളിലെ പൗർണമി അഥവാ ചിത്ര പൗർണമി നാളിൽ മാത്രം ഭക്തർക്ക് പ്രവേശനമുള്ള ഈ ക്ഷേത്രത്തിലെ ഉത്സവം കേരളവും തമിഴ്നാടും സംയുക്തമായാണ് നടത്തുന്നത്. 1000-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിലെ ഉത്സവനാളിൽ ഒരേ സമയം കേരളം, തമിഴ്നാട് രീതികളിൽ പൂജകൾ നടക്കും. അടുത്തടുത്ത 2 ശ്രീകോവിലുകളിലും മംഗളാദേവി പ്രതിഷ്ഠയാണുള്ളത്. ഇരു ക്ഷേത്രങ്ങളിലും വെളുപ്പിനെ 5 മണിയോടെ നട തുറന്ന ചടങ്ങുകൾ ആരംഭിക്കും. ഇടുക്കി, തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കേരള, തമിഴ്നാട് പോലീസ്, റവന്യൂ, വനംവകുപ്പ്, എക്സൈസ്, മോട്ടോർ വാഹന വകുപ്പ്, ആരോഗ്യം, അഗ്നിരക്ഷാസേന അധികൃതർ സംയുക്തമായിട്ടാണ് ചിത്ര പൗർണമി ഉത്സവം നടത്തുന്നത്. തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു. ഉത്സവ ദിവസം കരടിക്കവലം മുതൽ മംഗളാദേവി വരെയുള്ള സ്ഥലങ്ങളിൽ ട്രാഫിക് നിയന്ത്രണത്തിനായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാകും ഇത്തവണ ഉത്സവം നടത്തുകയെന്നും ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു. അവധി ദിവസങ്ങളിൽ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു. ഇതോടെ അനുവദനീയമായതിലും കൂടുതൽ ആളുകൾ ഒരേ സമയം തൂക്കുപാലത്തിൽ കയറുന്നത് ഭീതി ജനിപ്പിക്കുന്നുണ്ട്. തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ അടിയന്തരമായി പൂർത്തീകരിക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് ആവശ്യം. അയ്യപ്പൻകോവിൽ തൂക്കുപാലവും പുരാതന ക്ഷേത്രവും ഇടുക്കി ജലാശയവും കാണാൻ 100 കണക്കിന് സഞ്ചാരികളാണ് ദിവസവും ഇവിടെ എത്തുന്നത്.
വരുന്നവരെല്ലാം തൂക്കുപാലത്തിൽ കയറിയ ശേഷമാണ് മടക്കം. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച തൂക്കുപാലത്തിന് കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഒരേ സമയം 30 പേർക്കാണ് പ്രവേശനാനുമതിയുള്ളത്. എന്നാൽ 70-ലേറെ പേർ ഒരേ സമയം കയറുന്ന സ്ഥിതിയാണ് നിലവിൽ. സഞ്ചാരികളിൽ ചിലർ തൂക്കുപാലം വലിയ രീതിയിൽ കുലുക്കുന്നതും അപകട ഭീഷണിയാണ്. തൂക്കുപാലത്തിന്റെ നവീകരണത്തിനായി മാറി മാറി വരുന്ന ജില്ലാ ഭരണകൂടം തുക വകയിരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ യാതൊരുവിധ നവീകരണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ 2013 ഇവിടെ നിർമ്മിച്ച ഈ തൂക്കുപാലം ഇതുവരെയും അത് ഉദ്ഘാടനം ചെയ്തില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. തന്നെയല്ല, ഈ കാലങ്ങൾ ഇത്രയും പോകുന്നു. ഇപ്പം 12 വർഷമായി ഇതിന് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നാളെ ഇതുവരെ നടത്തിയിട്ടില്ല. ഇതിനെ പിടിച്ചാട്ടുകയും മുലയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പം അതിൻ്റെ സൈഡിലുള്ള വേരുകൾ മൊത്തം ആടി പൊട്ടി നശിച്ച് നാശവശമായിട്ടിരിക്കുകയാണ്. ഇതിന് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് അത് ഏത് വകുപ്പാണോ അത് കൈകാര്യം ചെയ്യുന്നത് ആ വകുപ്പ് വന്നിട്ട് ഇതിന് ശാസ്ത്രീയമായിട്ട് പരിഹാരം കണ്ടെത്തിയില്ലേ നാളെ ഒരു അപകടത്തിൽ പോകാനുള്ള സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ പെരിയാറ്റിൽ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടാവാറുള്ളെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം വരുന്ന ടൂറിസ്റ്റുകൾ യാതൊരു മുൻകരുതലും ഇല്ലാതെ, ഇവിടെ യാതൊരു സേഫ്റ്റി ഇല്ലാത്തൊരു സ്ഥലത്ത് ആറിൻ്റെ ആഴം അറിയത്തില്ലാതെ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾ വെള്ളത്തിലിറങ്ങുന്നു. അങ്ങനെ അപകടം ഉണ്ടാകുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഇവിടെ വന്ന ഒരു ടൂറിസ്റ്റ് വെള്ളത്തിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത് ശരിക്കും പറഞ്ഞാൽ അധികാരി വർഗത്തിൻ്റെ കണ്ണിൽപ്പെടണം. കാരണം ഇവിടെ സേഫ്റ്റി ഉണ്ടാകണം. വരുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള സേഫ്റ്റി ഇല്ലെന്നുള്ളതാണ്. അതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് പരിഗണിക്കണമെന്ന്. കൃത്യമായിട്ട് തന്നെ ഈ തൂക്കുപാലം താഴെ പോകാതെ ഇതിന് കൃത്യമായിട്ട് മെയിൻ്റനൻസ് നടത്തണം. തന്നെയല്ല, ഇവിടെ ശനി ഞായർ ദിവസങ്ങളിൽ അധികം ടൂറിസ്റ്റുകൾ വരുമ്പം ശരിക്കും പറഞ്ഞാൽ അവർ ടൂറിസ്റ്റുകൾ എൻജോയ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് നിരീക്ഷിക്കാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് നിരീക്ഷിക്കണം. അല്ലെങ്കിൽ ഈ പാലങ്ങൾക്ക് ഷെയ്ക്കുണ്ടാകും. ഇത് നാളുകളിൽ ഇത് താഴെ പോയിട്ട് വലിയൊരു ദുരന്തം ഉണ്ടാകും. അന്നേരം നമ്മൾ ഇരുന്നിട്ട് കണ്ണീർ വാർത്തിട്ട് യാതൊരു കാര്യമില്ല. ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ആഴമറിയാതെ ഇടുക്കി ജലാശയത്തിൽ കുളിക്കാനിറങ്ങുന്നതും വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഇതിനുദാഹരണമാണ് കഴിഞ്ഞ ദിവസം ജെറിൻ എന്ന യുവാവ് അമ്പലക്കടവിൽ മുങ്ങി മരിച്ചത്. എത്രയും വേഗം ജില്ലാ ഭരണകൂടം ഇടപെട്ട് തൂക്കുപാലം നവീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും പ്രദേശത്ത് സഞ്ചാരികളെ നിയന്ത്രിക്കുന്നതിന് ഹോംഗാർഡിനെ നിയമിക്കുകയും ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മൂന്നാർ ടൗണിന് സമീപം പോലീസ് നടത്തിയ പരിശോധനയിൽ 2 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. ഇക്കാനഗറിൽ നിന്നുമാണ് 2 മാസത്തിലധികം പ്രായമുള്ള 2 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. ഇക്കാനഗറിൽ റോച്ചാസ് ഹോട്ടലിനും ഗുരൂസ് ഹോട്ടലിനും ഇടയിലുള്ള സ്ഥലത്താണ് 2 മാസത്തിലധികം പ്രായമുള്ള 2 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. കഞ്ചാവ് ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞ വിത്തുകളിൽ നിന്നാകാം തൈകൾ വളർന്നതെന്നാണ് നിഗമനം. പിഴുതുമാറ്റിയ കഞ്ചാവ് ചെടികൾ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. മൂന്നാർ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള NDPS സ്ക്വാഡിൽപ്പെട്ട SI ബിനോജി, സിവിൽ പോലീസ് ഓഫീസർമാരായ സുയിൻ സുനിൽകുമാർ, ജയചന്ദ്രൻ, M മണികണ്ഠൻ, M ഗണേശൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. നാളുകൾക്ക് മുമ്പും മേഖലയിൽ നിന്ന് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയിരുന്നു. CPI കട്ടപ്പന മണ്ഡലം സമ്മേളനത്തിന് മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. ജൂൺ 1, 2 തീയതികളിലായി കാഞ്ചിയാർ പള്ളിക്കവലയിൽ വെച്ചാണ് മണ്ഡലം സമ്മേളനം നടക്കുന്നത്. മണ്ഡലത്തിലെ 6 ലോക്കൽ സമ്മേളനങ്ങളും 56 ബ്രാഞ്ച് സമ്മേളനങ്ങളും പൂർത്തിയാക്കിയാണ് മണ്ഡലം സമ്മേളനത്തിലേക്ക് എത്തുന്നത്. 1036 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 198 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കട്ടപ്പനയിൽ R ശ്രീധരൻ സ്മാരക ഹാളിൽ ചേർന്ന യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി VR ശശി അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ KK ശിവരാമൻ, VK ധനപാൽ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസ് മാത്യു, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ തങ്കമണി സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് KJ ജോയിസ്, അഡ്വക്കേറ്റ് VS അഭിലാഷ്, KN കുമാരൻ, KS രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സമ്മേളനം നമ്മുടെ കട്ടപ്പന ഏറ്റെടുത്തു എന്ന് പറഞ്ഞതുപോലെ തന്നെ ജില്ലയിലെ പാർട്ടി സമ്മേളനങ്ങൾ പാർട്ടി സഖാക്കൾ മാത്രമല്ല, നമ്മുടെ പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും നമ്മുടെ ജില്ലയിൽ നടക്കുന്ന പാർട്ടിയുടെ സമ്മേളനം ഏറ്റെടുത്തിട്ടുണ്ട്. അവരെല്ലാം നമ്മുടെ പാർട്ടി നടക്കുന്ന സമ്മേളനങ്ങളിൽ ഉണ്ടാവുന്ന പ്രമേയങ്ങൾ, നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങളെ, ചർച്ചകളെല്ലാം വലിയ സന്തോഷത്തോടു കൂടി നാട്ടിലെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ തന്നെ സഖാക്കൾ അറിയേണ്ടത് ഒട്ടനവധിയായ പ്രവർത്തകർ നമ്മുടെ പാർട്ടിയിലേക്ക് പുതിയതായി കടന്നു വരുന്നുണ്ട് എന്ന കാര്യം കൂടി. സമ്മേളന സമയത്ത് തന്നെ, സമ്മേളനത്തിനോടനുബന്ധിച്ച് തന്നെ സമ്മേളന വേദികളിലേക്ക് ഒട്ടനവധി ആളുകൾ ഏതെല്ലാം പാർട്ടികളിൽ നിന്ന് വരുന്നു എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടി പറയുന്നതല്ല, നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരുന്നുണ്ട്. സമ്മേളനത്തിന്റെ വിജയത്തിനായി 101 അംഗ ജനറൽ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. മറയൂർ സെന്റ് മൈക്കിൾസ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ജില്ലയിലെ ആദ്യ വൈമാനികനുമായി സംവദിക്കാൻ അവസരമൊരുക്കി അടിമാലി റോട്ടറി ക്ലബ്. മികച്ച പൗരന്മാരെ വളർത്തിയെടുക്കാനുള്ള റോട്ടറി ക്ലബിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു പരിപാടി നടന്നത്. കുട്ടികൾക്ക് പൊറ്റാസ് ഫൺ ഫാം സന്ദർശിക്കാനും പരിപാടിയുടെ ഭാഗമായി അവസരം ഒരുക്കി.
മറയൂർ സെന്റ് മൈക്കിൾസ് യു പി സ്കൂളിൽ പഠനം നടത്തുന്ന ഗോത്രവിഭാഗക്കാരായ 15ഓളം വിദ്യാർത്ഥികൾക്കായിട്ടായിരുന്നു ജില്ലയിലെ ആദ്യ വൈമാനികനായ ജോൺ പൊറ്റാസുമായി സംവദിക്കാൻ അടിമാലി റോട്ടറി ക്ലബ് അവസരമൊരുക്കിയത്. വൈമാനികർ ആകുക എന്ന ലക്ഷ്യത്തിലേക്ക് യാത്ര തുടങ്ങുവാനുള്ള പ്രചോദനം ജോൺ പൊറ്റാസ് കുട്ടികൾക്ക് പകർന്നു നൽകി. മൗഗ്ലി ഓടാനും ചാടാനും ഒക്കെ പഠിച്ചതുകൊണ്ടാണ് കടുവയെ തോപ്പിച്ച് ഓടാൻ പറ്റുന്നത്. അതുപോലെ വെള്ളത്തിൽ ചാടി നീന്താൻ പറ്റും. എല്ലാം പഠിക്കണം. ഒന്നും പഠിക്കണ്ട, എനിക്കത് വേണ്ട ഇത് വേണ്ട എന്ന് പറയും. എന്ത് കിട്ടിയാലും എന്ത് അവസരം കിട്ടിയാലും ആ അവസരങ്ങളൊക്കെ പഠിക്കണം. എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട്, ആകാശത്തോടെ പോകുമ്പോൾ പേടി തോന്നൂലേ? പേടി തോന്നുന്നവരുള്ളതല്ല ആകാശം. റോഡ് നടക്കാൻ പറ്റുമോ പേടി ഉള്ളവന്? പഠനയാത്രയുടെ ഭാഗമായി അധ്യാപകർക്കൊപ്പമായിരുന്നു വിദ്യാർത്ഥികൾ എത്തിയത്. റോട്ടറി ഡിസ്ട്രിക്ട് 3201 ഗവർണർ അഡ്വക്കേറ്റ് സുന്ദരവടിവേലു, റോട്ടറി ക്ലബ് പ്രസിഡന്റ് സദാശിവൻ ഇടപ്പാട്ട്, അസിസ്റ്റന്റ് ഗവർണർ ജോയി മാത്യു, സെക്രട്ടറി ഡോക്ടർ രഞ്ജു, സന്തോഷ് പാൽക്കോ, ഡോക്ടർ ജോർജ് പൗലോസ്, റെയിൽവേ റിട്ടയേർഡ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ടി ഐസക് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികൾക്ക് പൊറ്റാസ് ഫണ്ട് ഫാം സന്ദർശിക്കാനും പരിപാടിയുടെ ഭാഗമായി അവസരമൊരുക്കി. പിന്നോക്ക പ്രദേശങ്ങളിൽ നിന്നും മികച്ച പൗരന്മാരെ വാർത്തെടുക്കുക എന്ന റോട്ടറി ക്ലബിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു പരിപാടി നടന്നത്. കട്ടപ്പന സുവർണഗിരി ഗവൺമെന്റ് കോളേജ് റോഡിനെയും കക്കാട്ടുകട നത്തുകല് റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. വാർഡ് കൗൺസിലർ ഷമീഷ് കെ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച ജോസഫ് കളരിക്കൽ നാടമുറിച്ച് റോഡ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭ 30-ാം വാർഡിൽ ഉൾപ്പെട്ട സുവർണഗിരി ഗവൺമെന്റ് കോളേജ് റോഡിനെയും കക്കാട്ടുകട നത്തുകല് റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡാണ് ഉദ്ഘാടനം ചെയ്തത്. കക്കാട്ടുകട നത്തുകല് റോഡിൽ നിന്നും എളുപ്പമാർഗത്തിൽ സുവർണഗിരി റോഡിലേക്ക് പാതാലിപ്പടിയിൽ നിന്നും തിരിഞ്ഞ് ഇതുവഴി എത്താൻ സാധിക്കും. പുതിയ പാത നിർമ്മിച്ച സ്ഥലത്ത് നടപ്പുവഴി മാത്രമാണ് മുൻപുണ്ടായിരുന്നത്. തുടർന്ന് ജോസഫ് കളരിക്കൽ സ്ഥലം വിട്ടു നൽകിയതോടെ നഗരസഭ 6 ലക്ഷം രൂപ ചിലവഴിച്ച് 560 മീറ്റർ പാത കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു. ജോസഫ് കളരിക്കൽ നാടമുറിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വാർഡിലും പരിസരത്തൊക്കെ ഒരുപാട് റോഡുകൾ ഈ അടുത്ത കാലത്ത് പണിതിട്ടുണ്ട്. പക്ഷെ ഞാൻ നമ്മുടെ പ്രദേശത്തുള്ള ഒരു റോഡിന് ഒരു ഉദ്ഘാടനം വയ്ക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഈ റോഡിന് മാത്രം ഒരു ഉദ്ഘാടനം വേണമെന്ന് പറഞ്ഞത് ഞാനാണ്. കാരണം ഇത് കുഞ്ഞേട്ടൻ്റെ ഒരു വിട്ടുവീഴ്ച മനോഭാവം കൊണ്ടും നമ്മളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം നടന്നിട്ടുള്ളൊരു കാര്യമാണ്. മറ്റു നമുക്കറിയാം റോഡുകളൊക്കെ പണിയുമ്പോൾ എല്ലാവർക്കും താല്പര്യം, പക്ഷെ അവനവൻ്റെ സ്ഥലം പോകുമ്പോഴും അവിടെ വരുമ്പോഴും മാത്രമാണ് എല്ലാ സ്ഥലത്തും പ്രശ്നമുണ്ടാകുന്നത്. ഞാൻ ഇന്നലെ തന്നെ നമ്മുടെ വാർഡിലൊരു പ്രശ്നം നടന്നത്, ഒരു വഴി പോലും ഇല്ലാത്ത ഒരാൾക്ക് അയാളുടെ പറമ്പിലേക്ക് വഴി കിട്ടുമ്പോൾ ആർക്കും നടക്കുന്ന സ്ഥലത്തിന് ഭയങ്കര വില കിട്ടുമ്പോഴും 1 ഇഞ്ച് വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത അവസ്ഥയുണ്ട്. പക്ഷേ കുഞ്ഞേട്ടനുമായിട്ട് ഇങ്ങനെ കുഞ്ഞേട്ടൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. പിന്നെ ഏതാണ് കുഞ്ഞേട്ടൻ സംസാരിച്ചു. അപ്പോൾ നമുക്ക് താഴത്തെ ഭാഗം വിട്ടുകിട്ടാൻ ചില പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അല്പം താമസം ഉണ്ടായി. അതാണെങ്കിലും അവരും ഒരു അല്പം സഹകരിച്ചു. ഏതാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ നമ്മുടെ പ്രദേശവാസികൾക്ക് കുഞ്ഞേട്ടനോട് മാത്രമാണ് കടപ്പാടുള്ളത്. വാർഡ് കൗൺസിലർ ഷമീഷ് കെ ജോർജ് അധ്യക്ഷനായിരുന്നു. ഷാജി കുബിക്കൽ, ടോമി പൊന്നമ്പയൽ, ബേബി അയ്യുന്നിക്കൽ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ബാലസംഘം കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ വേനൽത്തുമ്പി കലാജാതിയുടെ പര്യടനം കട്ടപ്പനയിൽ സമാപിച്ചു. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ, തല്ലുകളി എന്നീ ലഘുനാടകങ്ങളും ഹരിനാരായണൻ ചിട്ടപ്പെടുത്തിയ നൃത്തശില്പങ്ങളും ഉൾപ്പെടുന്ന കലാപരിപാടികൾ വിവിധ കേന്ദ്രങ്ങളിൽ അവതരിപ്പിച്ചു. തന്റെ കയ്യിലെ പുസ്തകമില്ലേ, വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ, ആ പാവങ്ങളിലെ അതേ ജീൻവാജി തന്നെ. രണ്ടാം ദിനം പര്യടനം പുളിയൻമലയിൽ ചലച്ചിത്ര ബാലതാരം ദേവനന്ദ രതീഷ് ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MC ബിജു, SS പാൽരാജ്, ലോക്കൽ സെക്രട്ടറി N രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നിർമ്മല സിറ്റി, ITA ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ പര്യടനത്തിന് ശേഷം കട്ടപ്പനയിൽ സമാപിച്ചു. സമാപന സമ്മേളനം ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു. അതേപോലെ തന്നെ പൊതുസമൂഹത്തിന്റെ നേതൃത്വവും വളരെ ആയി മാറി ഒരു
വലിയ വിഭാഗം നമ്മുടെ സമൂഹത്തെ പഠിപ്പിച്ചു പോകുന്ന ഒന്നാണ് നമ്മളുടെ ബാലസംഘം. ശാസ്ത്രബോധവും യുക്തിചിന്തയുമുള്ള ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന പ്രവർത്തനമാണ് ബാലസംഘത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വേറെ ഒരു സംഘടനയും നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തും കാണാൻ കഴിയും. ബാലസംഘം അതിന്റെ പ്രവർത്തനത്തിലൂടെ അവന് ചോദ്യം ചോദിക്കാനും ഉത്തരം കണ്ടെത്താനും എല്ലാം കഴിയുന്ന തിരിച്ചറിവുള്ള ഒരു സമൂഹത്തിന്റെ സൃഷ്ടിയുടെയും ഒരു സമൂഹത്തിന്റെ ഇടപെടലുകളുടെയും ഭാഗമായി മാറുന്ന ഒന്നാണ് നമ്മുടെ ബാലസംഘം. ഏരിയ കമ്മിറ്റി അംഗം ടോമി ജോർജ്, കട്ടപ്പന ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി ടി.ജി. എം. രാജു, ബാലസംഘം ഏരിയ പ്രസിഡന്റ് അഭിഷിക്ത കണ്ണൻ, സെക്രട്ടറി അനീറ്റ ഡിന്നിച്ചൻ, കൺവീനർ ടി.കെ. വാസു, കോർഡിനേറ്റർ എൻ.വി. സുഭദ്ര എന്നിവർ സംസാരിച്ചു. SNDP യോഗം കട്ടപ്പന പുളിയന്മല ശാഖയിൽ മഹാഗുരുപൂജയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടന്നു. രാവിലെ ആരംഭിച്ച പരിപാടിയിൽ മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു എ. സോമൻ ഭദ്രദീപം തെളിയിച്ചു. പരിവൃത്തപത്രകമലേ ദിവ്യേ ജഗത്കാരണം വിശ്വോൽകീർണം. ഷാജൻ തന്ത്രികൾ, സുനിൽ ശാന്തികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും മഹാഗുരുപൂജയും നടന്നത്. വളരെ ഭക്തി ആദരപൂർവം എല്ലാ സജ്ജനങ്ങളുടെയും സാന്നിധ്യത്തിൽ സഹായോഗത്തിൻ്റെ എല്ലാവിധമായ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും ഓരോ കുടുംബാംഗങ്ങളുടെയും അഭിവൃദ്ധിക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഈ മഹായജ്ഞം വളരെ സന്തോഷകരമായ ഒരു വേളയാണ്. എല്ലാ കുടുംബങ്ങളിലും സമാധാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാവട്ടെ. ശ്രീനാരായണ ധർമ്മത്തെ ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണം എല്ലാ വീടുകളിലും എത്തിക്കുവാനും അത് ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ഉതകുന്ന രീതിയിൽ എല്ലാ സുമനസ്സുകളിലെയും ഏറ്റെടുപ്പിക്കുന്നതിനും വേണ്ടി നടത്തപ്പെടുന്ന ഇത്തരം യജ്ഞങ്ങൾ എന്നും നമുക്ക് അഭികാമ്യമാണ്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്ത വൈദിക ചടങ്ങുകൾക്ക് ശേഷം വിവിധ കുടുംബയോഗങ്ങളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും നടന്നു. ചടങ്ങുകൾക്ക് ശാഖായോഗം പ്രസിഡന്റ് പ്രവീൺ വട്ടമല, വൈസ് പ്രസിഡന്റ് PN മോഹനൻ, സെക്രട്ടറി JN MR, യൂണിയൻ കമ്മിറ്റി അംഗം EA ഭാസ്കരൻ, വനിതാ സംഘം പ്രസിഡന്റ് രാധാമണി കൃഷ്ണൻകുട്ടി, സെക്രട്ടറി ഷീല ശശിധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന വെട്ടിക്കുഴിക്കവല പാതുവാപുരം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്നുവന്ന തിരുനാൾ സമാപിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ 10, 11 തീയതികളിലായാണ് നടന്നത്. പണിക്കൻകുടി ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ജോയൽ വള്ളിക്കാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പാട്ടുകുർബാനയ്ക്ക് ശേഷം നടന്ന തിരുനാൾ പ്രദക്ഷിണം വെട്ടിക്കുഴിക്കവല കുരിശടിയിൽ എത്തി. തുടർന്ന് ലതിഞ്ഞിനു ശേഷം തിരികെ ദേവാലയത്തിൽ എത്തിച്ചേർന്നതോടെ സമാപന ആശീർവാദവും സ്നേഹവിരുന്നും നടന്നു. സമാപന ദിവസം ഇളങ്ങോയി ഇൻഫന്റ് ജീസസ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡെന്നോ മരങ്ങാട്ട തിരുനാൾ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വണ്ടിപ്പെരിയാർ നെല്ലിമല എസ്റ്റേറ്റ് ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രത്തിൽ ചിത്ര തിരുവിഴ ഉത്സവത്തോടനുബന്ധിച്ച് മാടൻ പൂജ നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഉത്സവത്തിന്റെ സമാപന ദിവസം പുലർച്ചെ പള്ളിയുണർത്തൽ, നിർമ്മാലി ദർശനം തുടങ്ങിയ വിവിധ ചടങ്ങുകൾ നടന്നു. തുടർന്ന് മുനിയാണ്ടി സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച തീച്ചട്ടി ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിലെത്തി. തുടർന്ന് നടന്ന ആഴിയിറങ്ങലിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. രാത്രി 12 മണിയോടെയാണ് പ്രത്യേക പൂജയായ മാടൻ പൂജ നടന്നത്. വണ്ടിപ്പെരിയാർ, പീരുമേട്, കുമളി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നു വന്ന 4ാമത് മൂന്നാർ പുഷ്പമേള സമാപിച്ചു. ഈ മാസം 1-നായിരുന്നു പുഷ്പമേളയ്ക്ക് തുടക്കം കുറിച്ചത്. മൂന്നാറിന്റെ തനത് പൂക്കൾക്കൊപ്പം വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ പുതിയ 400-ലധികം തരത്തിലുള്ള പൂക്കളും ചെടികളുമാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരുന്നത്. തെക്കിന്റെ കാശ്മീർ കാണാനെത്തിയവർക്ക് പൂക്കളുടെ വർണ്ണ കാഴ്ചകൾ കൂടി ഒരുക്കിയാണ് ഇത്തവണത്തെ മൂന്നാർ പുഷ്പമേളയ്ക്ക് സമാപനമായത്. DTPCക്ക് കീഴിലുള്ള മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലായിരുന്നു കഴിഞ്ഞ 10 ദിവസങ്ങളിലായി മേള നടന്നു വന്നിരുന്നത്. 1,00,000-ലധികം ആളുകൾ ഇതിനോടകം പുഷ്പമേള കണ്ടു മടങ്ങിയതായാണ് കണക്ക്. മൂന്നാറിന്റെ തനത് പൂക്കൾക്കൊപ്പം വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ പുതിയ 400-ലധികം തരത്തിലുള്ള പൂക്കളും ചെടികളുമാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരുന്നത്. ഇത്തവണയും മേളയ്ക്ക് സന്ദർശകർക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അസീലിയ, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എന്നിവ ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയായിരുന്നു. 1,00,000-ലധികം ചെടികളാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലുള്ളത്. എല്ലാ ദിവസവും വൈകിട്ട് 6 മുതൽ 9 വരെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും ക്രമീകരിച്ചിരുന്നു. മിനി റിവർ സൈഡ് ബീച്ച്, മ്യൂസിക്കൽ ഫൗണ്ടൻ, സെൽഫി പോയിന്റ്, വിവിധതരം സ്റ്റാളുകൾ, ഭക്ഷണശാലകൾ, അലങ്കാര ദീപങ്ങൾ എന്നിവയും പുഷ്പമേളയ്ക്കെത്തിയ സഞ്ചാരികളെ ആകർഷിച്ചു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കൊന്നത്തടി കൊമ്പൊടിഞ്ഞാലിൽ വീടിന് തീപിടിച്ച് 4 പേർ മരിച്ച സംഭവത്തിൽ മൃതദേഹവും മൃതദേഹ അവശിഷ്ടങ്ങളും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള തുടർ നടപടികൾക്കായി മാറ്റി. വീടിന് തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ട് മൂലമാകാമെന്ന് വിലയിരുത്തൽ. വീടിന് തീപിടുത്തമുണ്ടായ വിവരം പുറം ലോകമറിയുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ. ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്ര പൗർണമി ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം. തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു. ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത് ഇടുക്കി, തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ. അവധി ദിവസങ്ങളിൽ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു. ഇതോടെ അനുവദനീയമായതിലും കൂടുതൽ ആളുകൾ ഒരേ സമയം തൂക്കുപാലത്തിൽ കയറുന്നത് ഭീതി സൃഷ്ടിക്കുന്നു. തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ അടിയന്തരമായി പൂർത്തീകരിക്കാൻ അധികൃതർ ഇടപെടണമെന്ന് ആവശ്യം. മൂന്നാർ ടൗണിന് സമീപം പോലീസ് നടത്തിയ പരിശോധനയിൽ 2 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. 2 മാസത്തിലധികം പ്രായമുള്ള 2 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് ഇക്ക നഗറിൽ നിന്നും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.